മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപന് ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സമനില തെറ്റിയ പോലെ പറയണം കേട്ടോ. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവളെ ഞാൻ കൊന്നേനെ എന്നിങ്ങനെ പറയണേ. ഇനി നിങ്ങൾ എന്നെ കൊന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട് എന്നിങ്ങനെ മോഹിനി പറയണ കേട്ടോ. അതേസമയം മുത്തശ്ശി പറയും, കണ്ണച്ചാരുണ്ടല്ലോ കോട്ടിട്ടിട്ട് ചോദിക്കാനേ എന്നിങ്ങനെ പറയണേ. അതെ ശരി തന്നെയാണ്, അവനെ നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ മോനാണ്. അവൻ്റെ അച്ഛനെ ലോറി കയറ്റി കൊന്ന ഏതൊരു ദുഷ്ടനാണെന്ന് അവനറിയാം എന്നിങ്ങനെ പറയണ കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപന് ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാകുകയാണ്. ആരാത് ഇവള് മറ്റേ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്തോ എന്നിങ്ങനെ പറയണ കേട്ടോ. അതേസമയം മോഹിനി കൊള്ളിച്ചുകൊണ്ട് തന്നെ പറയണ്ടേ എല്ലാ കാര്യവും കണ്ണൻ അറിയാം എന്നിങ്ങനെ പറയണ കേട്ടോ. അതേസമയം ഇനി എന്നെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമോൻ ചോദിക്കും എന്ന് പറഞ്ഞതിന് ശേഷം മോഹിനി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. മോഹിനി പോകുന്നത് കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്, നിനക്ക് എന്തോ ഒന്നും പറയാൻ പറ്റുന്നില്ലേ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം പ്രതാപം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവളോട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ, ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്തായാലും ശരി അമ്മേ, ഇനി നമ്മൾ കണ്ടും കേട്ടും വേണം ജീവിക്കാൻ, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നിങ്ങനെ മുത്തശ്ശിയോട് പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹിയും കണ്ണനും കൂടിയിട്ട് വീട്ടിൽ കമലേശ്വരത്തേക്ക് വരികയാണ് കേട്ടോ. അതേസമയം ഉണ്ണിയും ദുർഗയും കരുണയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഏതായാലും ഇത്രയ്ക്കും ദുഷ്ടനാണ് അയാളെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ഇവരെ കണ്ടതും തന്നെ ദുർഗ ചോദിക്കുകയാണ്, നീ എന്താടാ ഗുണ്ടകൾ എന്നു മുതലാണ് നിൻ്റെ ചങ്ങാതിമാരായത് എന്നിങ്ങനെ ചോദിക്കണേ. എൻ്റെ അച്ഛനെ അടിച്ച ആളിനെ നിങ്ങൾ ഇറക്കിയില്ലേ എന്ന് ചോദിച്ചിട്ട് കരുണ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. നിൻ്റെ അച്ഛനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ അമ്മാവനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണമുണ്ട്, അവർ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഞങ്ങളെ കൊട്ടേഷൻ തന്ന ആൾക്കാരാണ്, അതിനുള്ള തെളിവുണ്ട് പറയും. ആരാ നമുക്ക് കൊട്ടേഷൻ തന്ന എന്നിങ്ങനെ ചോദിക്കും. അത് നിങ്ങളുടെ വെറും തോന്നലാണ് എന്ന് പറയണം കേട്ടോ. അല്ല, കൊട്ടേഷൻ തന്നതിന് തെളിവും എല്ലാം ഉണ്ട്, പക്ഷേ അതെനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്തണ്ട എന്ന് മഹാലക്ഷ്മി പറയണം കേട്ടോ. അതേസമയം ഈ മാർക്കോൻ്റെ കൂടെ അന്ന് നീ എവിടെ പോയതാണെന്ന് ആർക്കറിയാം, നീ മാർക്കോൻ്റെ കൂടെ പോയതായിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് ഇങ്ങേർക്ക് മനസ്സിലാവില്ല, ഇങ്ങേർക്ക് എന്തെങ്കിലും മനസ്സിലാവും, ഇങ്ങേർക്ക് കണ്ണ് കാണാതിരിക്കണം, ഭാര്യ മാത്രം പറയുന്നതേ കേൾക്കുകയുള്ളൂ എന്ന് ഇങ്ങനെ എല്ലാം കരുണ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയണ്ട, നീ മതി, അവളുടെ മേലെയുള്ള കാര്യങ്ങൾ നീ പറയണ്ട, എനിക്കറിയാം മഹി എന്താണെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഇനി ഒരാളും അവളെ വെള്ളപൂശേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങൾക്കറിയും നിങ്ങൾ കംപ്ലീറ്റ് സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ മരിച്ചാലും കൂടി അവൾക്ക് സങ്കടം ഉണ്ടാകില്ല എന്നിങ്ങനെ പറയുന്നത്. അതേസമയം കണ്ണൻ നല്ലപോലെ പറയുന്നുണ്ട്, ഈ വീട് എൻ്റെയാണ്, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം, ഞങ്ങൾക്കിവിടെ സ്വസ്ഥതയും സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തരണം, ഇല്ല പറഞ്ഞാൽ ഞാൻ കടുത്ത തീരുമാനം എടുക്കും, പിന്നെ അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് എല്ലാവരോടും കൂടിയിട്ട് പറയണം കേട്ടോ. അതേസമയം മേഘനാഥനും ഈ മഹിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞതെല്ലാം കള്ളക്കഥയാണ് എന്നിങ്ങനെ പറയണ്. അത് കേട്ടുകൊണ്ടായിരിക്കും മഞ്ജു വരികയാണ് കേട്ടോ. മഞ്ജു പറയും, എനിക്കറിയാം മേഘേട്ടൻ്റെ കാര്യം, നിനക്ക് എന്തറിയാമെന്നടി നീ പറയുന്നത്, നിനക്കറിയാൻ പോണതേ ഉള്ളൂ നീ എന്നിങ്ങനെ മഹി പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ നന്നായി മഞ്ജുവിനെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാടി വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എൻ്റെ മേഘേട്ടനെയും ഇങ്ങനെ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ, അയാൾക്ക് വേണ്ടിയിട്ട് കുപ്പായി ഇട്ടിട്ട് പോയിട്ട് ഇതാക്കിയില്ലേ എന്നല്ല അങ്ങനെ മഞ്ജു നന്നായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെ അടുത്ത്. കണ്ണൻ അതുപോലെ പറയുന്നുണ്ട് കേട്ടോ, നല്ല പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇനി ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കണം എന്നുള്ളവർ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം, എനിക്കും എൻ്റെ ലക്ഷ്മിക്കും മനസ്സമാധാനത്തിന് കൂടിയിട്ട് ഇരിക്കണം. അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും എൻ്റെ കാര്യങ്ങളെല്ലാം, ഇവർക്ക് മനസ്സിലായില്ലായിരിക്കും ലക്ഷ്മി ഇപ്പോൾ വന്നതാണ്, പക്ഷെ അമ്മ അങ്ങനെയല്ലല്ലോ എന്നെല്ലാം അങ്ങനെ നമ്മുടെ കണ്ണൻ നന്നായി പറയുന്നുണ്ട് കേട്ടോ. അതേസമയം ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ മഞ്ജു പോവുകയാണ് കേട്ടോ. മോളെ പോകരുത് എന്ന് പറഞ്ഞ് ദുർഗ കരയാണ്. അതിനുശേഷം മഞ്ജു ഇവിടെ വരുമ്പോൾ തന്നെ സീമന്തിനെയും സ്വാതിയും കൂടി ഇങ്ങനെ ഇരുന്ന് ഫോണിൽ നോക്കിയിട്ട് സീമന്തിന് ഇങ്ങനെ ഓരോ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നോക്കും മോളെ നല്ല പയ്യന്മാരാണ് എന്നിങ്ങനെ പറയണം. എനിക്കിപ്പോൾ കല്യാണമേ വേണ്ട അമ്മേ എന്നിങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇപ്പം എന്തായി, ഇതേപോലെ തന്നെയല്ലേ അവിടെ പോയാലും എന്നിങ്ങനെ പറയാം. അല്ല, ഓരോ വീട്ടിലുള്ളവർ നല്ല നല്ല ആൾക്കാരുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയണേ. എല്ലാവരും ഒരുപോലെ തന്നെയാണ്, കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു, എന്തിനാ അമ്മേ അതിനെ നിൽക്കുന്നത്, സ്ത്രീധനവും സ്വത്തും ഒന്നും വേണ്ടാന്ന് ആദ്യം പറയും, പക്ഷെ പിന്നെ എല്ലാം വേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം തന്നെ മഞ്ജു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഓട്ടോറിക്ഷയിൽ വരികയാണ് കേട്ടോ. അതിനുശേഷം എന്തായി മോളെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പോയിട്ട് കണ്ണേട്ടനെ കുറേ പറഞ്ഞു എന്നിങ്ങനെ പറയണം കേട്ടോ. നീ എന്തിനാ പറഞ്ഞത്, അവനെ പിണക്കിയിട്ട് നിനക്ക് ഒരു കാര്യമില്ല, ഒരു ഗുണവും കിട്ടില്ല നിനക്ക് എന്നിങ്ങനെ
സീമന്തിനി മഞ്ജുവിനോട് പറയണം കേട്ടോ, ഞാൻ എൻ്റെ മേഘേട്ടനെ ഇങ്ങനെ കുറ്റം പറഞ്ഞു. അവളങ്ങനെ പറഞ്ഞിട്ട് മഞ്ജുവിന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഞ്ജുവിന് ഒരു മെസ്സേജ് വരികയാണ് കേട്ടോ. മെസ്സേജ് വരുമ്പോൾ മഞ്ജു വേഗം എടുത്ത് നോക്കുമ്പോൾ അത് മേഘനാഥനും ആ ഒരു പെണ്ണും കൂടിയിട്ട് നിൽക്കുന്ന, മാനസികം കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. അത് കണ്ടിട്ട് മഞ്ജു ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.